ഹലോ ഗേസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 മുമ്പ് എടുത്ത വാഹനങ്ങളാണോ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്? എന്നാൽ അതിനൊക്കെ പണി കിട്ടാൻ പോകുന്നു. എങ്ങനെയെന്നല്ലേ? E20 പെട്രോൾ മൂലം. അതെ, നമ്മുടെ രാജ്യത്താകമാനം E20 പെട്രോൾ മാൻഡേറ്ററി ആക്കാൻ പോകുന്നു. എന്താണ് E20 പെട്രോൾ? അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഗവൺമെൻറ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മൂലം അവരുടെ ലക്ഷ്യം എന്താണ്? പഴയ വാഹനങ്ങൾ E20 പെട്രോൾ ഉപയോഗിച്ചാൽ അതിനുണ്ടാകുന്ന കേടുപാടുകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ ഈ ദിവസങ്ങളിൽ ആശങ്കയോടെ ചർച്ച ചെയ്യുന്നതാണ് എഥനോൾ 20 പെട്രോളിന്റെ പ്രശ്നങ്ങൾ. എഥനോൾ ചേർക്കാത്ത പെട്രോളും വിപണിയിൽ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. E20 പെട്രോൾ അഥവാ 20% എഥനോൾ ചേർത്ത പെട്രോൾ മാത്രമാണ് ഇനി പമ്പുകളിൽ നമുക്ക് ലഭിക്കുക. E20ക്ക് അനുയോജ്യമല്ലാത്ത പഴയ വാഹനങ്ങളിൽ ഈ ഇന്ധനം ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ 2023 മുമ്പെടുത്തുള്ള വാഹനങ്ങളുടെ അന്തകനായിട്ട് E20 പെട്രോൾ അവതരിച്ചിരിക്കുകയാണ്. 2023 ഏപ്രിലിന് ശേഷമുള്ള വാഹനങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ, കാരണം E20 പെട്രോൾ യൂസ് ചെയ്യത്തക്ക രീതിക്കുള്ള അനുയോജ്യമായ തരത്തിലാണ് ആ വണ്ടികളൊക്കെ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഈ E20 പെട്രോൾ? അതായത് 80% പെട്രോളും 20% എഥനോളും കൂടെ ചേർത്തതാണ് ഈ E20 പെട്രോൾ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താണ് ഈ എഥനോൾ? ഇത് നമ്മുടെ ലിക്കർ, നമ്മൾ കുടിക്കുന്ന ആ ഒരു സംഭവം തന്നെ, ആൽക്കഹോൾ. ഇത് പഴങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നു. അരി, ചോളം എന്നിവയിൽ നിന്നൊക്കെ ഈ എഥനോൾ ഉണ്ടാക്കുന്നു. പെട്രോൾ എഥനോളിൻ്റെ പെർസെൻറ്റേജ് കൂട്ടി അങ്ങനെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക. അതേപോലെ ഫാർമേഴ്സിൻ്റെ ഉന്നമനം, ഇതൊരു കാർഷിക രംഗത്ത് ഇതൊരു ഉന്നമനമാവും. അതായത് ചോളം, അരി, കരിമ്പ് എന്നീ കർഷകർക്കിടയിൽ ഈ ഒരു എഥനോളിൻ്റെ വരവോടുകൂടി ഇത്രയും പെർസെൻറ്റേജിൻ്റെ കൂടുതൽ കൊണ്ടുവരുന്നതോടുകൂടി അവിടെ ഒരു ഉന്നമനം ഉണ്ടാകും. പിന്നെ സാമ്പത്തിക ലാഭം. എന്തിൽ നിന്ന്? ഈ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിലൊക്കെ ഇറക്കുന്നതിൽ ഒരു കൺട്രോൾ വരിക, അല്ലെങ്കിൽ അതിനകത്ത് അളവുകൾ ക്രമീകരിക്കുക. ഈ E20 പെട്രോൾ അഥവാ ഈ എഥനോൾ പെട്രോൾ ചേർക്കുന്നത് ഇപ്പോൾ ഉടനെ കൊണ്ടുവന്ന ഒരു കാര്യമല്ല, ഇത് വർഷങ്ങളായിട്ട് ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അളവുകൾ മാത്രമേ കുറവായിരുന്നുള്ളൂ. മുമ്പ് E05, E010 ഒക്കെ ആയിരുന്നു. അതിൽ നിന്നാണ് ഇപ്പം E020 കൊണ്ടുവന്നിട്ടുള്ളത്. മുമ്പ് പെട്രോള് 5%, അതായത് 95% പെട്രോളും 5% എഥനോളും കൂടെ ചേർന്നത് E05. E010 വരുമ്പോൾ 10% എഥനോളും ബാക്കി 90% പെട്രോളും. E20 വന്നപ്പോൾ ഒറ്റയടിക്ക് അതങ്ങ് കൂടി 20% എഥനോളും 80% പെട്രോളുമായി. 2014 മുതൽ 2025 കണക്കുകൾ അനുസരിച്ച് ഗവൺമെൻറ്റിന് ഈ എഥനോൾ ചേർത്ത പെട്രോൾ വഴി ലാഭിക്കാൻ കഴിഞ്ഞത്, അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയത് 1.44 ലക്ഷം കോടി രൂപയാണ്. അതായത് ഈ ക്രൂഡ് ഓയിലൊക്കെ ഇറക്കുന്നതിൽ നിന്നൊക്കെ അവർക്ക് ഒരു ലാഭകരമായിട്ട് കിട്ടിയത്. ഒരു മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിയും ഒരു 10 മടങ്ങ് എമൗണ്ടാണ് ഇപ്പോൾ ഒരു ടാർഗറ്റ് ചെയ്യുന്നത്. 2025 മുതൽ 2026 വരെ ഒരു ഹ്യൂജ് ടാർഗറ്റാണ് അവർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഈ E20 പെട്രോൾ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ക്യാഷ് ലാഭിക്കാൻ വേണ്ടി, സേവ് ചെയ്യാൻ വേണ്ടി. അന്തരീക്ഷ മലിനീകരണം, ഫാർമേഴ്സിൻ്റെ ഉന്നമനം, സാമ്പത്തികമായിട്ടുള്ള സേവിങ്, ഇറക്കുമതി കുറയ്ക്കുക. പക്ഷേ സാധാരണക്കാരിലോട്ട് ഈ E20 വരുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നത്? അവർക്ക് വളരെയധികം മോശമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സഡനടി വരത്തില്ല, ഇതൊരു സ്ലോ പോയിസൺ പോലെയാണ്. പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. ഇപ്പം 2023 മുമ്പുള്ള വാഹനങ്ങളൊക്കെ E05, E010 പെട്രോളുകൾ യൂസ് ചെയ്ത രീതിക്ക് തക്കതായിട്ടുള്ള മിഷനറീസൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെയുള്ളതിനകത്ത് E20 യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം 10% യൂസ് ചെയ്ത് കഴിഞ്ഞാലും 5% എഥനോൾ യൂസ് ചെയ്താലും കുഴപ്പമില്ലാത്ത വാഹനങ്ങളിൽ, ആ വാഹനങ്ങളിൽ അത്രമാത്രമേ അതിൻ്റെ ലിമിറ്റുള്ളൂ. കമ്പനിക്കാർ ആ ലെവലിനുള്ള എഞ്ചിനും അതിൻ്റെ ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ അതിന് അനുയോജ്യമായിട്ടുള്ളതാണ് ഫിറ്റ് ചെയ്ത് ആ വാഹന നിരത്തിൽ ഇറക്കിയിരിക്കുന്നത്, ഇപ്പോൾ ഓടുന്നത്. അതിനകത്തോട്ട് 10 ഉപയോഗിക്കേണ്ട അടുത്ത് 20 ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 5% എഥനോൾ മാത്രം യൂസ് ചെയ്ത പെട്രോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളിൽ പെട്ടെന്ന് ഒരു 20 കയറി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉടലെടുത്ത് തുടങ്ങും. മെയിനായിട്ട് റബ്ബർ ബുഷുകൾ, അതുപോലെ ഫ്യൂവൽ ടാങ്ക്, അതിൻ്റെ ഫ്യൂവൽ ഓസുകൾ, എൻജിൻ തുരുമ്പെടുക്കും, എൻജിൻ സീലിങ്ങിൽ വിള്ളലുണ്ടാകും, മൈലേജിൽ ഡ്രോപ്പ് വരും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് വന്നു തുടങ്ങും.
പെട്ടെന്നല്ല. ഇപ്പോൾ E20 പെട്രോൾ അടിച്ചെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇത് വരത്തില്ല. പതുക്കെ പതുക്കെ വന്നു തുടങ്ങും. ഗവൺമെൻറ് ഇത് മാൻഡേറ്ററി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല പമ്പുകളിലും ഇത് ഇംപ്ലിമെൻ്റ് ആയി തുടങ്ങി. ഞാൻ ഈ ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് അടിച്ചതിനകത്ത് E20 ആയിരുന്നു അടിച്ചത്. അപ്പോൾ എനിക്ക് സംഭവം അറിയത്തില്ലായിരുന്നു ഇതെന്താണെന്ന്. ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. E20 പെട്രോൾ എൻ്റെ എമൗണ്ട് ഒക്കെ നോക്കിയപ്പം വേറെ വ്യത്യാസമൊന്നുമില്ല, കുറവൊന്നുമില്ല കേട്ടോ. സെയിം എക്സാക്റ്റ് പ്രൈസാണ്. ഞാൻ അതിനുശേഷമാണ് ഇത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം അറിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പഴയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പമ്പുകളിൽ പോകുമ്പോൾ E20 പെട്രോൾ ആണോ അടിക്കുന്നതെന്ന് നോക്കണം. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഇത് മാൻഡേറ്ററി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. E20 പെട്രോൾ എന്ന ആ ഒരു പമ്പിൽ ഈ സൈൻ വെച്ചത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് E20 ആണെന്ന്. ഇനി E20 എന്ന് വെക്കാതെ ഇതിപ്പോൾ മാൻഡേറ്ററി ആയി കഴിഞ്ഞാൽ നോർമലൈസ്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഇതിങ്ങനെ അടിക്കും, നമ്മുടെ വണ്ടിയൊക്കെ അത് അതിന് അനുയോജ്യമായിട്ടുള്ളതും അല്ല. ഈ കരിമ്പിൽ നിന്ന് കാർഷികപരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ എഥനോൾ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉപയോഗിക്കാവുന്ന വണ്ടികളാണ് ഇറങ്ങിയെങ്കിൽ പോലും അതിൻ്റെ മൈലേജ് ഡ്രോപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബാക്കി എഞ്ചിൻ്റെയൊക്കെ ലൈഫുകൾ കുറയും. പഴയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ നോബുകൾ, അതേപോലെ എഞ്ചിൻ സീലിങ്ങിലൊക്കെ വിള്ളലുണ്ടാവും. ഈ ഒരു സാധനം, ഈ എഥനോള് ജലാംശം വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ എഞ്ചിന് തുരുമ്പുകളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരു ദീർഘകാലത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ, പഴയ വാഹനങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. നമ്മൾ പതുക്കെ പുതിയ വാഹനങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ വരും. ഒരു സൈഡിൽ കുറേ പോസിറ്റീവ് വശങ്ങൾ, മറുവശത്ത് സാധാരണക്കാരുടെ നെഞ്ചിൽ ആണി തറപ്പിക്കുന്ന രീതിക്കുള്ള പ്രശ്നങ്ങളും. എല്ലാവർക്കും പുതിയ വണ്ടികൾ ഇപ്പം എഥനോൾ E20 പെട്രോൾ ഇപ്പം മാൻഡേറ്ററി ആക്കി എല്ലാ പമ്പുകളിലും വന്നെന്ന് പറഞ്ഞ് നമുക്ക് അടിക്കാൻ പറ്റുമോ? അല്ല, നമുക്ക് അടിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ E20 പെട്രോൾ വന്നെന്ന് പറഞ്ഞ് നമുക്കിപ്പം പുതിയ വണ്ടി എടുക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ഓൾമോസ്റ്റ് ഓരോരോ പമ്പുകളിലായിട്ട് വന്നു തുടങ്ങി. പിന്നെ ഈ ഒരു ചില പമ്പുകളിലൊക്കെ ഒരു അപ്ഗ്രേഡേഷൻ, കുറച്ച് മാറ്റങ്ങളൊക്കെ അവരുടെ ടാങ്കുകളിലും ബാക്കിയൊക്കെ സംവിധാനങ്ങളിലൊക്കെ വരുത്തണം. കാരണം E20 പെട്രോളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തണം. കാരണം അവർക്ക് അവരുടെ ടാങ്കുകളും ബാക്കി കാര്യങ്ങളും നമ്മൾ നേരത്തെ വാഹനങ്ങൾ പറഞ്ഞതുപോലെ E05-നും E10 ഒക്കെ അനുയോജ്യമായതായിരിക്കും. അവിടെ പെട്ടെന്ന് E20 വരുമ്പം അവർക്കും പ്രശ്നങ്ങളാണ്. ആ ടാങ്കിനും ഹോൾഡിംഗ് കപ്പാസിറ്റിയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ അവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ E20 പെട്രോള് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല. E20 പെട്രോളിൻ്റെ വരവ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് അത് ഒരു നല്ല തീരുമാനമായിട്ട് തോന്നുന്നു? നമുക്ക് നല്ലതായിട്ടാണോ തോന്നുന്നത്? അതോ നമുക്ക് വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണോ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് E20 പെട്രോളിനെ കുറിച്ച്? ഒരു ഭാഗത്ത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നു, ഫാമേഴ്സിൻ്റെ ഉന്നമനം, ഇതിനകത്തൊക്കെ എത്ര ഉന്നമനം ഉണ്ടാവുമെന്ന് കണ്ട് തന്നെ അറിയണം. പിന്നെ സാമ്പത്തികമായിട്ടുള്ള സേവിങ്, ലാഭം. മറുവശത്ത് പഴയ വണ്ടികൾ യൂസ് ചെയ്യുന്നവരുടെ സാധാരണക്കാരുടെ ആളുകൾക്ക് വണ്ടികൾ സ്ഥിരം ഒരു കട്ടപ്പുറത്താവുന്ന ഒരു അവസ്ഥയിലോട്ട് ഇത് പതുക്കെ പതുക്കെ കൊണ്ട് ചെന്നെത്തിക്കും. കണ്ടറിയാം എന്താവുമെന്ന്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.